കല്ലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച ദാരുണമായ അപകടത്തിൽപ്പെട്ട MLA ഉമാ തോമസിന് നേരിയ പുരോഗതി ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉമാ തോമസ് കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ സംഘാടകരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്റ്റേജ് ക്രമീകരണം വേണ്ട രീതിയിലായിരുന്നില്ല നടത്തിയതെന്നും ആ സ്റ്റേജ് ക്രമീകരണത്തിന്റെ ഭാഗമായുള്ള പാകപ്പിഴയിൽ നിന്നാണ് MLAക്ക് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു അപകടം ഉണ്ടായതെന്നും സർക്കാർ പ്രതിനിധികളും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരും എല്ലാം പറയുന്നു. ഇതേ ചൊല്ലി സംഘാടകർക്ക് നേരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളും ഈ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. 12,000-ൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ കലാപരിപാടിയിൽ വലിയ സാമ്പത്തിക കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു നർത്തകിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. വളരെ ഒരു കെടുകാരസ്ഥിത രീതിയിലാണ് അവരത് സെറ്റപ്പ് ചെയ്തത്. കാരണം അവര് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഞാൻ TV ഒരു കുട്ടി പറയുന്നത് കേട്ടോ, അവരോട് 2,000 rupees ആണ് രജിസ്ട്രേഷൻ വാങ്ങിയത്. അവിടെ ഞാൻ 3,500 വാങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1,600 ഞങ്ങള് കോസ്റ്റ്യൂമിന് വേണ്ടി കൊടുത്തു. സിൽക്സിൽ നിന്ന് എന്തോ നെയ്തെടുത്ത പട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം അവർ അയച്ചു തരുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ അത്രയും കൊടുത്തു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതൊരു നമ്മുടെ സാധാരണ ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് സാരി ഇല്ലേ, കോട്ടൺ സിൽക്കാന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ കഴുകി നോക്കിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ സാധാരണ ഒരു കോസ്റ്റ്യൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 3,500 രജിസ്ട്രേഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ 1,600 ഈ ഡ്രസ്സിന്റെ ഇതിന് വാങ്ങി. പക്ഷെ നമ്മൾ മേക്കപ്പ്, ഹെയർ എല്ലാം നമ്മൾ സ്വയം പൈസ കൊടുത്ത് ചെയ്യണമായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ഫുഡ് എല്ലാം നമ്മൾ ചെയ്യണം. ഞാൻ എന്റെ മദറിനോട് ചോദിച്ചു, ഈ പൈസ നമ്മൾ കൊടുക്കുന്നതിന് അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഇവര് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഗിന്നസ് റെക്കോർഡ് അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമല്ലേ? അപ്പൊ ഞാൻ ഇതിനു മുമ്പ് റെക്കോർഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ഒരിടത്തും പൈസ കൊടുത്തിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യൻ ആണ്. അവരും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നേ അവരാരും പൈസ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മദറിനോട് ഒരു നിർബന്ധം കാരണം ഞാൻ ഓർത്ത് എന്തെങ്കിലും ആവട്ടെ പോയി അമ്മയുടെ കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു ഹെൽപ്പ് അങ്ങനെ ഒന്നുമില്ല. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതുമില്ല. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് ഡാൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മളൊന്ന് നേരിട്ടല്ല ഇവര് ബന്ധപ്പെടുന്നത്. ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിനെ ബന്ധപ്പെടും. അവരെ കൺവിൻസ് ചെയ്ത്. ഇനി അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഡാൻസ് ടീച്ചേഴ്സിനോട് പറയും, നിങ്ങൾ 100+ ഡാൻസേഴ്സിനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ, സ്റ്റേജിൽ ഒരു പുരസ്കാര വിതരണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഇച്ചിരി ഫേമസ് ആകാൻ വേണ്ടി പിള്ളേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ ചോദിക്കുന്ന ഇത്രയും പൈസ ഞങ്ങൾ എല്ലാവരും കൊടുത്തു, പൈസ പോയത് പോട്ടെ, ഒരു വൃത്തിയായിട്ടൊരു സ്റ്റേജ് അവിടെ കെട്ടാൻ ഇവർക്ക് പറ്റിയില്ല. ഒരു ബാരിക്കേഡ് ഉള്ള സ്റ്റേജ് എത്ര പൈസയാവും കൂടിപ്പോ ഒരു ബാരിക്കേഡ് ഉള്ള ഒരു സ്റ്റേജ് വെക്കാൻ? സ്റ്റേജ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ബാരിക്കേഡ് വെക്കാൻ അഡീഷണൽ എന്തൊരു കൊടുക്കേണ്ടി വരും.